ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ASN വ്ളോഗ്സ്. ഇന്ന് ഉത്രാടമാണ്. അപ്പോൾ ഞങ്ങളുടെ മോനെയും കൊണ്ട് ഞങ്ങളുടെ ചേട്ടൻ്റെ പൂന്തോട്ടം കാണിക്കാനായിട്ട് പോവാണ്. അവൻ്റെ ആദ്യത്തെ ഓണമാണ് ഇന്ന്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പൂവറ്റൂർ പ്രദേശമാണ്. ഇത് പൂവറ്റൂർ അമ്പലം. ഇത് മഹാദേവൻ്റെ ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ കൂടെ താഴോട്ടേക്ക് പോകുമ്പോഴാണ് ചേട്ടൻ്റെ വയൽ വരുന്നത്. അവിടെയാണ് നെൽകൃഷിയുണ്ട്. അപ്പോൾ പൂന്തോട്ടം ഓണം പ്രമാണിച്ച് ബന്ദിപ്പൂവെല്ലാം നട്ടിട്ടുണ്ട്. അപ്പം ചേട്ടൻ്റെ 2 മക്കളാണ്. അതിൽ മോളാണ് ഇപ്പോൾ ഓടി താഴോട്ടേക്ക് പോകുന്നത്. ഇത് മോൻ. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. ഇത് ഹസ്ബൻഡ്, ഇത് മോൻ, ഇത് ഞാൻ, ഇതാണ് ചേട്ടൻ. അപ്പോൾ ഞങ്ങൾ ചേട്ടൻ്റെ കൃഷി കാണാനായിട്ട് മോനെ കൊണ്ട് പോകണം. അപ്പോഴത്തേക്കും കറക്റ്റായിട്ട് മഴ പെയ്തു. ആദ്യമായിട്ട് വീഡിയോ ഇടുന്നതുകൊണ്ട് അതിൻ്റെതായ പോരായ്മകളൊക്കെ കാണും. എല്ലാവരുടെ സജഷനൊക്കെ പറഞ്ഞു തരണം. ഇതാണ് ചേട്ടൻ്റെ ഒരു പ്ലോട്ട് കൃഷി ചെയ്യുന്നത്. അവിടെ ഇങ്ങനെ മഡ് ഹൗസ് പോലെ ചെയ്തിട്ടുണ്ട്. ഈ ഒരെണ്ണത്തിലിങ്ങനെ സാധനമൊക്കെ സ്റ്റോർ ചെയ്യാനും, അപ്പുറത്ത് ഒരു മഡ് ഹൗസ് ഉണ്ട്. അവിടെ എല്ലാവർക്കും ജോലിക്കാർക്കൊക്കെ ഇരിക്കാനായിട്ടാണ്. നേരെ കാണുന്നതാണ് ചേട്ടൻ വെറ്റക്കൊടി ചെയ്തേക്കുന്നതാണ് അവിടെ. പിന്നെ ഫുള്ളായിട്ട് ഇത് പയറും അതും ഇതൊക്കെ നട്ടിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പണിക്കാർക്കൊക്കെ ഇരിക്കാൻ പറ്റിയ മഡ് ഹൗസ്. ഇത് വെറ്റക്കൊടി. ഇതാണിപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ട് ബന്ദി നട്ടേക്കുവാണ്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസാണ് ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത്. ഇത് ചേട്ടൻ അടുത്തവിടെ ചെറുതായിട്ടൊന്ന് പയർ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പയർ പിച്ച് എടുക്കുകയാണ്. ഇതിപ്പം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ മീൻ പിടിക്കുവാണ്. ഇത് ചേട്ടൻ ഓർഡേഴ്സ് ഉണ്ട് പൂവിന് വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പിച്ച് കൊടുക്കുകയാണ്. അപ്പം അതെങ്ങനെയാണ് പൂ പിക്കുന്നതെന്ന് ഉള്ള ഇതെനിക്ക് പറഞ്ഞു തരുവാണ്. എങ്ങനെയാണ് അത് ഒടിച്ചെടുക്കേണ്ട രീതി, ഒരു രീതിയുണ്ട്. ആ രീതിക്ക് ഒടിച്ചെടുത്താലേ അത് വരുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇങ്ങനെ ഓരോ ഓർഡേഴ്സ് വരും. ആ ചേട്ടൻ ഇത് ചെയ്യും. ചേട്ടനും പണിക്കാരും കൂടെ എല്ലാം ചെയ്യുന്നതാണത്. ചേട്ടന് ഭയങ്കര പാഷനാണ്. പുള്ളി ITIയിൽ സീനിയർ ഇൻസ്ട്രക്ടറാണ്. പിന്നെ അതോടൊപ്പം ഇപ്പോൾ പിള്ളേർക്കും നല്ല പാഷനാണ് ഇതിൽ. ഇനി ഫോട്ടോ സെഷൻസാണ് അടുത്തത്. വല്യച്ഛൻ്റെ ബന്ദിയും ആയിട്ടുള്ള ഫോട്ടോസ്. ഇത് നമ്മുടെ അപ്പുക്കുട്ടനും തനിക്കുട്ടിയും കൊണ്ട് മീൻ പിടിക്കുകയാണ്. ആക്ച്വലി ഞാൻ അതിനകത്ത് എന്തോ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്, പക്ഷേ അത് കിട്ടിയിട്ടില്ല. ഇത് നമ്മുടെ മാമന്മാർ എല്ലാവരും കൂടെ ഇരുന്ന് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വിശ്രമിച്ചിരുന്ന് ചർച്ചയൊക്കെ ചെയ്യുവാണ്. ഇതിവർ സ്വന്തമായിട്ട് ചെയ്ത ഒരു മഡ് ഹൗസാണ്. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ തിരുവോണത്തിന് കുളിച്ച് നിക്കുക്കുട്ടൻ്റെ ആദ്യത്തെ ഓണമാണ്. ഞങ്ങൾ പോയിട്ടൊരു അമ്പലത്തിൽ
തൊഴാനായിട്ട് വന്നു. ഇത് ഞങ്ങൾ കിഴക്കേ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഇവിടെ പൂവറ്റൂർ കിഴക്ക് പടിഞ്ഞാറ് ദേവിയുടെ അമ്പലം അങ്ങനെയാണ്. അപ്പം മൂന്നിടത്തും ഒരുമിച്ച് പോകാം. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നിക്കുക്കുട്ടൻ ആദ്യമായിട്ട് ഇലയിട്ട് ചോറുണ്ടു. പിന്നെ നമ്മൾ അത്തപ്പൂക്കളമൊക്കെ ഇട്ടു. ലാസ്റ്റ് കാണിക്കുന്നത് എൻ്റെ വീട്ടിൽ ട്രിവാൻഡ്രമാണ്. അവിടുത്തെ എൻ്റെ അസോസിയേഷൻ എല്ലാവരും കൂടെ ചേർന്നിട്ട് അത്തപ്പൂക്കളം. താങ്ക് യു ഫോർ വാച്ചിങ്.